ഇപ്പൊ തന്നെ ഞാൻ സംസാരിക്കുമ്പോഴും നമ്മൾ അതായത് ഇന്റർവ്യൂവിന് മുന്നേ സംസാരിക്കുമ്പോൾ ജ്യോതി പറഞ്ഞു ഞാൻ സോഷ്യൽ മീഡിയയിലൊന്നും ഒട്ടും ആക്റ്റീവ് ആയിട്ടുള്ള സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് എന്നല്ല, സോഷ്യൽ മീഡിയയിൽ ഇല്ല. അതാണ് ഒന്നുമില്ല, ഇൻസ്റ്റ ഇല്ല, ഫേസ്ബുക്കിൽ. കാരണം ജ്യോതിയെ പോലെ നിറഞ്ഞു നിന്ന ഒരാൾ ഇപ്പം എല്ലാ നടിമാരും കുറച്ച് ഫോട്ടോഷൂട്ട്സ് ആയാലും ഇപ്പൊ അഭിനയിക്കുന്നില്ലെങ്കിൽ കൂടിയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പങ്കുവെക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു വേണ്ട എന്നൊരു എനിക്ക് തോന്നുന്നു ഞാൻ സിനിമ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഇൻസ്റ്റയും ഫേസ്ബുക്കും ഒന്നും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. പിന്നെ വന്നൊരു കാര്യമാണ് അപ്പോഴേ ഞാൻ അങ്ങനെ അതിനകത്ത് അത്രയ്ക്ക് അതിനെപ്പറ്റി അവെയർ ആയിരുന്നില്ല. അതാ പിന്നെ ഞാൻ അതിനെ ശ്രദ്ധിച്ചിട്ടുമില്ല. പിന്നെ ഞാനും അമലുമാണെങ്കിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല കേട്ടോ. ഞങ്ങൾ രണ്ടുപേരും കുറച്ചൊരു പ്രൈവറ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനെ എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യാറില്ല. അതൊക്കെ കൊണ്ടായിരിക്കാം. എനിക്ക് തോന്നുന്നു ഇപ്പം അമലിന്റെ പേര് പറഞ്ഞിരിക്കുന്നത് എല്ലാവരും ഈ ബൊഗൈൻവില്ലയുടെ പ്രസ് മീറ്റിലും ജ്യോതിയുടെ ഇന്റർവ്യൂവിലും ഒക്കെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ആഗ്രഹിച്ചത് അമൽ നീരദിനെ ഒന്ന് കാണാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കാൻ പറ്റുമോ. എന്തുകൊണ്ടാണ് അമൽ? കാരണം അമലിന്റെ സിനിമയാണ്, അമലിന്റെ പ്രൊഡക്ഷനാണ്. എന്തുകൊണ്ടാണ് ജ്യോതി അമൽ ഒരിക്കലും ഇങ്ങനെ എനിക്കൊരു 9 വർഷങ്ങൾക്ക് മുൻപേ ആണെന്ന് തോന്നുന്നു അമലിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് തപ്പിയാൽ കിട്ടുന്ന ഒരു 8-9 വർഷങ്ങൾക്ക് മുന്നേ ഉള്ളൊരു ഇന്റർവ്യൂ ആണ്. എന്തുകൊണ്ടാണ് അമൽ അങ്ങനെ ഒരു തുറന്ന സംസാരത്തിനായിരിക്കാൻ തയ്യാറാവുന്നത്? ഒരു പക്ഷെ കുറച്ചൊരു മടിയാണ്. പിന്നെ മടി ഇൻ ദ സെൻസ് അമലിന് കുറച്ച് ഷൈ ആണ്. അങ്ങനെ പരിചയമുള്ളവരുടെ അടുത്താണ് അമല് കുറച്ച് ഓപ്പൺ അപ്പായി സംസാരിക്കാറ്. പിന്നെ എനിക്ക് തോന്നുന്നു അമലിനോട് സിനിമയെ കുറിച്ച് ചോദിക്കാൻ നമ്മളെ എല്ലാവരും ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലെ, ഒരു പ്രസ് മീറ്റിൽ പോലും വരാത്ത. അതെ അതെ. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ആകാംക്ഷയാണ്. എന്തെങ്കിലും ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ ചെയ്യാൻ വരുമ്പോ തന്നെ എന്നോട് പലരും ചോദിച്ചു മാം കൂടെ വന്നാൽ അമൽ നീരദിനെ കാണാൻ പറ്റുമോ, അങ്ങനെ വരെ ചോദിക്കുന്നുണ്ട് ആൾക്കാർ. അപ്പം എന്താണ് അമലിന് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് ഭയങ്കര ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഒരു പ്രതീക്ഷിക്കാമോ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും? അറിയില്ല, ചിലപ്പം അത് അമലിന്റെ കോളാണ്. ഓക്കെ, നമ്മളിവിടെ വരുമ്പോഴും എനിക്കൊന്ന് ജ്യോതിയുടെ ഡേറ്റ് ഇത്ര നീണ്ടു പോകുന്നത് എപ്പോഴും റേയെ കുറിച്ചാണ്. എന്താണ് ജ്യോതി മദർഹുഡ്, ജ്യോതിയുടെ ഒരു ഇതിൽ? അൺകണ്ടീഷണൽ ലവ് ആണ്. അതിനകത്ത് നമുക്ക് ഒരു രീതിയിലും നമ്മൾ എന്താ പറയുന്നേ, ഐ നെവർ ന്യൂ ഞാൻ ഇങ്ങനെ ഒരാളായി മാറുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. നമ്മളെ തന്നെ മറന്നിട്ട് നമ്മൾ ഇത്രയും വേറൊരാളെ സ്നേഹിക്കും എന്നുള്ളത് വെൻ ഐ ബിക്കെയിം എ മദർ ഐ ന്യൂ. ഞാൻ ഒരിക്കലും ചില സമയത്ത് ഞാനിപ്പോൾ ചിലപ്പോൾ വിചാരിക്കും നമ്മളെ അമ്മമാരോടൊക്കെ അമ്മയ്ക്ക് ഇത് ചെയ്തുകൂടെ, ഇത്രയും എന്തിനാണ് ശ്രദ്ധിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ ഐ നെവർ ന്യൂ മദേഴ്സ് ആർ ഓൾവേസ് മദേഴ്സ്. കാരണം എനിക്കത് ജ്യോതിയുടെയും അമലിന്റെയും ഒരു ലോകം തന്നെ ഇപ്പം. അതെ അതെ, ഞങ്ങൾ രണ്ടുപേരുടെയും. അതെ, ഞങ്ങൾ രണ്ടുപേരും ഒരിക്കലും അങ്ങനെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് റേ ആയി മാറിയിരിക്കുകയാണ്.